വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വൈവാഹിക ജീവിതത്തെക്കുറിച്ച്. സാധാരണഗതിയിൽ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് യാതൊരു ട്രെയിനിങ്ങും പലർക്കും കിട്ടാറില്ല. അതങ്ങനെ എങ്ങനെയൊക്കെയോ നടന്നു പോകും. ഇപ്പൊ വന്ന് എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിവാഹ ബന്ധങ്ങളാണ് സ്ഥായിയായി നിലനിൽക്കുക എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. വിവാഹ ക്ഷണക്കത്ത് കിട്ടുന്നു, കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ വധുവിന്റെ അച്ഛനെ കണ്ടിട്ട് അതിൽ ക്ഷമ ചോദിക്കാനായിട്ട് പോകുമ്പോഴാണ് അയൽവാസി പറഞ്ഞത് ഇപ്പൊ ക്ഷമ ചോദിക്കൊന്നും വേണ്ട, കാരണം ആ ബന്ധം നിലനിൽക്കാൻ പോകുന്നില്ല എന്ന്. പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഏതൊക്കെ ബന്ധം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് സംശയമുള്ള ഒരു കാലഘട്ടം. അതുകൂടാതെ വളരെ പ്രശസ്തരായ ആളുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. പോപ്പുലറായ വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയണം. 100 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ ഒരാൾ പോപ്പുലർ ആണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു നമ്മളിത് ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാതൃകയാകേണ്ട ആളുകളുടെ മുഴുവൻ ചരിത്രം എടുക്കുമ്പോൾ കുടുംബജീവിതം ആകെ അപകടകരമാണ് എന്നുള്ളത് തീർച്ചയാണ്. അനവധി ക്രിമിനൽ കേസുകൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. ആഴത്തിൽ ചിന്തിച്ചാൽ ഓരോന്നിന്റെ പിറകിലും കുടുംബ ബന്ധത്തിന്റെ പരാജയം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. കുടുംബ ബന്ധം പരാജയമാണ്, അതുകൊണ്ടാണ് ഈ ക്രിമിനൽ കുറ്റം ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം ഇതേക്കുറിച്ച് ഏതൊരു കാര്യവും ആദ്യം ഒരു വിജ്ഞാനം നമുക്ക് കിട്ടണ്ടേ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കുമ്പോൾ ധാരാളം പേരെ സ്വാധീനിക്കുമെന്നുള്ളത് തീർച്ച. കൗൺസിലിങ്ങിനായിട്ടൊക്കെ വരുന്നവർ മിക്കവാറും കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുടുംബജീവിതത്തിന്റെ പരാജയമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോ ഒരിക്കലും യോജിക്കാൻ കഴിയാത്തവരെ യോജിപ്പിക്കുക എന്നുള്ളതല്ല കൗൺസിലിംഗ് ചെയ്യുന്നത്. എങ്ങനെങ്കിലും അവരെ യോജിപ്പിക്കുക എന്നുള്ളതല്ല ഇപ്പൊ ചെയ്യുന്നത്. വിട്ടുപോവുകയാണെങ്കിൽ അത് പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കണം. ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ആയിരിക്കണം വേർപിരിയൽ. വൃക്ഷങ്ങളില്ലാത്ത തുറന്ന സദസ്സില് ഒരു മൈതാനത്ത് വെച്ച് വേണം വിവാഹബന്ധം വേർപിരിയുന്ന കാര്യം സംസാരിക്കാൻ എന്ന് നമ്മളെ പഠിപ്പിച്ച മതങ്ങളുണ്ട്. കാരണം മരങ്ങൾ കേട്ടാൽ കരിയും. അപ്പൊ തുറസായ ഒരു സ്ഥലമാണ്. അപ്പൊ വൃക്ഷങ്ങൾ ഇത് കേൾക്കില്ല. വേറെ ചില മതങ്ങൾ പഠിപ്പിക്കുന്നു ദൈവം കൂട്ടിച്ചേർത്താണ്, മനുഷ്യന് പിരിയാൻ അവകാശമില്ല. ഇതിലൊക്കെ സത്യങ്ങൾ ഉണ്ട്. ഇതിലൊക്കെ സത്യം ഉണ്ടെങ്കിലും നമുക്ക് പ്രാവർത്തികമായ ജീവിതത്തിലേക്ക് വരാം. എൻ്റെ പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ പ്രാവർത്തികമായ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികതയിലേക്ക് വരാം എന്നുള്ളതാണ്. വളരെ പണം ചെലവാക്കി നമ്മൾ വിവാഹം നടത്തുന്നു. എത്രയോ ബുദ്ധിമുട്ടി വിദേശത്ത് നിന്ന് ബന്ധുക്കൾ വന്ന് ലക്ഷങ്ങൾ മുടക്കി വിവാഹമണ്ഡപം ബുക്ക് ചെയ്ത് ഒക്കെയാണ് കല്യാണം നടക്കുന്നത്. ഇപ്പൊ കുറെ കല്യാണങ്ങൾ കൊറോണ കാലഘട്ടമായതിനാൽ 8-10 പേര് മാത്രം വെച്ച് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആയിരങ്ങൾ പങ്കെടുത്ത വിവാഹം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതേമാതിരി 10 പേരുള്ള വിവാഹത്തിലും പങ്കെടുത്തപ്പോൾ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടമില്ല എന്നുള്ള ഒന്നൊരു തടസ്സമായിട്ട് കണ്ടിട്ടില്ല. വലിയൊരു ജനക്കൂട്ടത്തിന് സാക്ഷി ആവുക എന്നുള്ള കാര്യമൊന്നും വരുന്നില്ല. ജീവിതത്തിന്റെ സുപ്രധാനമായിട്ടൊരു മുഹൂർത്തമാണ് വിവാഹം എന്നത്. നമ്മളുടെ ഇന്നത്തെ വിഷയം തന്നെ വൈവാഹിക ജീവിതം എന്നുള്ളതാണ്. വൈവാഹിക ജീവിതത്തിൽ കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മുഴുവൻ വിവരവും
കുട്ടികൾ മുതൽക്ക് മൊബൈൽ ഫോണ്, നെറ്റും കൈകാര്യം ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പൊ ഈ നെറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അല്ല ജീവിതം. മുഴുവൻ ലൈംഗികതയാണ്. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണ്, അതുമായിട്ട് ചേർന്നൊരു ഗുസ്തിയാണ് എന്ന് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല കാര്യം എന്ന്. അപ്പൊ അതുകൊണ്ട് ഏതൊരു കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടത് ഭഗവാൻ സായിബാബ പറഞ്ഞ മെസ്സേജത്തിന്റെ ചുരുക്കമാണ്: അവനവനിലേക്ക് തിരിയുക. വേറൊരു വ്യക്തിയുടെ സ്വഭാവത്തെ നമുക്ക് മാറ്റാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ഓരോരുത്തരും ബാക്കിയുള്ളവരുടെ സ്വഭാവത്തെ മാറ്റണം. മക്കളുടെ സ്വഭാവം മാറണം, ഭാര്യയുടെ സ്വഭാവം മാറ്റണം, ഭർത്താവിന്റെ സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞാൽ ഇത് പ്രാവർത്തികം അല്ല. ഒരു സദസ്സിലേക്ക് സംസാരിക്കാൻ വരുന്നു എന്ന് വയ്ക്കുക ഒരു വ്യക്തി. ആ സദസ്സിലുള്ളവരെ മുഴുവനെ പരിശോധിച്ച് അവരെങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ വരുമ്പോൾ കൂവുന്നവരുണ്ടാവും, ബഹളം വെക്കുന്നവരുണ്ടാവും, നേരെ മുമ്പിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവരുണ്ടാവും. പക്ഷെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ചോദ്യം. ഏത് കാര്യം? നൃത്തം അവതരിപ്പിക്കുമ്പോൾ എന്താണ്? നമ്മൾ ഡാൻസ് ചെയ്യണം. അവിടെ ബഹളം ഉണ്ടാവും, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കട്ടം വീഴുന്നവരെ ഡാൻസ് ചെയ്യണം. ഇതുപോലെ ജീവിതത്തിൽ ബാക്കിയുള്ളവരുടെ മുഴുവൻ സ്വഭാവത്തെ നേരെയാക്കി ഞാൻ എന്തു പറയണു അതുപോലെ എല്ലാവരും അനുസരിക്കണം എന്ന് പറഞ്ഞ് ഒരു ജീവിതം നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വൈവാഹിക ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം എല്ലാവരും ആലോചിക്കണത് നല്ലതാണ്. നമ്മളൊക്കെ രാഷ്ട്രീയം പറയുന്നവരാണ്. വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളൊക്കെ നമുക്ക് കേൾക്കാമില്ല. രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ ചിലപ്പോൾ ശകാരിക്കാറുമുണ്ട്. ലോകത്ത് പല രീതിയിൽ ഭരണം നടത്തി നോക്കി. പല രീതിയിൽ. ഒരു ഭരണം വേണ്ടേ, ഒരു നേതാവ് വേണ്ടേ? നമ്മൾ 100 പേര് കൂടി ഒരു അണക്കെട്ട് കാണാൻ പോവുകയാണെങ്കിൽ വരെ ഒരു നേതാവ് വേണം. ആ നേതാവാണ് പ്രശ്നത്തെ പരിഹരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു രാജാവ് വേണം രാജ്യം ഭരിക്കാൻ. രാജാവില്ലാതെ ശരിയാവില്ല. അപ്പൊ രാജ്യഭരണം മുതൽക്ക് പല രീതിയിൽ ജനങ്ങൾ ഭരണ സംവിധാനത്തെ സംഘടിപ്പിച്ചു. നാട്ടുരാജാക്കന്മാര് ഭരിച്ചു, ചക്രവർത്തിമാര് ഭരിച്ചു. രാജാക്കന്മാരുടെ മുകളിൽ ചക്രവർത്തി, അവസാനം കപ്പം കൊടുക്കൽ തുടങ്ങി. ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ട് ഇതൊക്കെ പരീക്ഷിച്ച് ഒടുവിൽ ഇപ്പോൾ ഒരു കാര്യം തീർച്ചയായും, എന്തെല്ലാം അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ജനാധിപത്യം ആണ്. എന്തൊക്കെ കുറ്റം പറഞ്ഞിരുന്നാലും രാജഭരണമാണെങ്കിലും ശരി, അല്ലാത്ത ഭരണമാണെങ്കിലും ശരി, ധാരാളം കുറവുകൾ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിലും ഉള്ളതിൽ വെച്ച് ഭേദം ജനാധിപത്യമാണ് എന്നുള്ള രീതിയിൽ യാതൊരു സംശയവും ഇല്ല. ഇനി നമുക്ക് കുടുംബജീവിതത്തിലേക്ക് വരാം. ഏകദേശം ഇതേമാതിരി പല രീതിയിലും മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ബന്ധം തന്നെ ഇല്ലാതെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്. 8 പ്രസവിച്ച ഒരു സ്ത്രീക്ക് 8 മക്കളുടെ അച്ഛന്റെ പേരും പറയാൻ കഴിയാത്ത ജീവിതങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിൽ ജീവിച്ചു. ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയതാണ് ലിവിങ് ടുഗദർ. പിണങ്ങിയാൽ നമുക്ക് മാറിപ്പോവാം, അത്രയും കാലം ഒരുമിച്ച് ജീവിക്കാം. ഒടുവിൽ തീർന്നില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര അവസരത്തിൽ പച്ചയായിട്ട് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം ജീവിത സത്യമാണല്ലോ. പുരുഷനും പുരുഷനും തമ്മിൽ, സ്ത്രീയും സ്ത്രീയും തമ്മിൽ അങ്ങനെ വരെ ഇപ്പൊ പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഒടുവിൽ ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞിരുന്നാലും നല്ലൊരു ജനാധിപത്യം എന്ന് പറഞ്ഞ പോലെ
ഏറ്റവും നല്ല ജീവിത രീതി, അതിന് എന്ത് കുറവ് പറഞ്ഞിരുന്നാലും ശരി, വൈവാഹിക ജീവിതമാണ് എന്ന് നാം തുടക്കത്തിലെ മനസ്സിലാക്കണം. വൈവാഹിക ജീവിതത്തിൽ കുറേ അബദ്ധങ്ങളുണ്ട്. കുറച്ച് സ്വാതന്ത്ര്യക്കുറവ് ഉണ്ടാകും. ഏത് സുഖത്തിന്റെ പിന്നിലും കുറച്ച് സ്വാതന്ത്ര്യക്കുറവ് ഉണ്ടാകും. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണ് ഞാൻ. വളരെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ എന്തേ പറഞ്ഞേ അതേ വീട്ടിൽ നടക്കുന്നു. ഞാൻ എന്തിനാ ഈ സ്വാതന്ത്ര്യം കുറയ്ക്കണത്? അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു. ഇപ്പൊ നല്ല സുഖത്തിലാണ് കഴിയുന്നത്. ഇനിയിപ്പോ വേറെ ആള് പറഞ്ഞു കേൾക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് വിവാഹ ജീവിതം വേണ്ട എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. തൽക്കാലം ആ കുട്ടിയോട് മറുപടി പറഞ്ഞില്ല. കാരണം ഇതിനൊക്കെ മറുപടി പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. ഈ ആശയം മാറിയാലോ എന്ന് ചോദിച്ചില്ല. വിവാഹം വേണ്ടാന്ന് ഇപ്പൊ പറഞ്ഞു, നാളെ വേണം തോന്നിയാലോ? അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ടൊരു ജീവിതം നമുക്ക് ആവശ്യമായതിനാൽ ഏറ്റവും സുപ്രധാനമാണ് വിവാഹ ജീവിതം. ഈ വിവാഹം മനുഷ്യരുടെ ഇടയിൽ മാത്രം ഉണ്ടാകാനുള്ള കാരണവും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ബാക്കി ജീവജാലങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ബാക്കി മൃഗങ്ങളെ നോക്കി ജീവിക്കേണ്ട പല ജീവിതചര്യകളും ഉണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യക്കുട്ടി ജനിച്ച ഉടനെ എണീറ്റ് നടക്കില്ല. ബാക്കി പല ജീവജാലങ്ങളും പ്രസവിച്ച കുഞ്ഞ് അങ്ങനെ എണീറ്റ് നടക്കും. വളരെ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അത് സ്വന്തം കാര്യം നിറവേറ്റാൻ കഴിയും. അങ്ങനെ നിറവേറ്റാൻ കഴിയാത്ത കുട്ടികളാണ് ജനിച്ചതെങ്കിൽ ആ കുട്ടികളെ അമ്മമാര് തന്നെ ഭക്ഷിക്കുന്ന ജീവികളുണ്ട്. അത് പ്രകൃതി ചെയ്യുന്ന ഇക്വിലിബ്രിയം ശരിയാക്കാൻ വേണ്ടി പ്രകൃതി ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ മനുഷ്യക്കുട്ടിക്ക് അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സഹായമില്ലാതൊരു കുട്ടിക്ക് വളരാൻ കഴിയില്ല. ഒരു കുട്ടിക്കും സഹായമില്ലാതെ വളരാനായിട്ട് കഴിയില്ല. അങ്ങനെ സഹായമില്ലാതെ വളരാൻ കഴിയില്ല എന്നുള്ളതിനാൽ ഒരു വിവാഹം എന്നുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് വേണ്ടി വന്നു. ഭാര്യാഭർത്താക്കന്മാര് മക്കൾക്ക് വേണ്ടി പരസ്പരം സഹായിച്ച് ഒത്തൊരുമയോടുകൂടി ജീവിക്കേണ്ട ഒരു വ്യവസ്ഥിതി ഇന്ന് ഉണ്ട്. അതുകൊണ്ട് വേറൊരു തെറ്റിദ്ധാരണ നികത്തേണ്ടത് ഭാരതമല്ലാത്ത രാജ്യങ്ങളിൽ ഇങ്ങനെയൊന്നുമില്ല എന്ന് ചിന്തിക്കരുത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് കുടുംബജീവിതം നയിക്കുന്ന എത്രയോ പേര്, ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം തന്നെ അങ്ങനത്തെ വ്യക്തികൾ അമേരിക്കയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇനി വനത്തിൽ ജീവിക്കുന്ന ആദിവാസികൾ വളരെ പവിത്ര ജീവിതം നയിക്കുന്നവർ ഉണ്ട്. കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ ഉണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ, കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നത് വിവാഹിതരും വിവാഹിതരല്ലാത്തവരും ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. വിവാഹിതരായ ഏത് സ്ത്രീ പുരുഷനും ആലോചിക്കേണ്ട കാര്യം വളരെ ലളിതമാണ്. താൻ ഒരു സ്ത്രീയുടെ ഭർത്താവാണ് എന്നൊരു വിചാരം ഭർത്താക്കന്മാരുടെ മനസ്സിലുണ്ടാകണം. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ഊഹിക്കാലോ. ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഞാൻ എന്ന വിചാരം ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഉണ്ടാകും. ഭാര്യമാരുടെ മനസ്സിൽ ഒരു പുരുഷന്റെ ഭാര്യയാണ് ഞാൻ എന്ന വിചാരം ഉണ്ടാകുന്നു. എത്രയോ ലളിതമായിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. എപ്പോഴും ചിന്തിക്കുന്നത് ഞാനൊരു സ്ത്രീയുടെ ഭർത്താവ്, ഞാൻ ഒരു പുരുഷന്റെ ഭാര്യയാണ്. ഇത്രയും ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഇന്നത്തെ മാരകമായിട്ടുള്ള അസുഖങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും ക്യാൻസർ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ പറയും. നമ്മുടെ വിഷയം രോഗമല്ല.
പക്ഷേ ഇതിൽ പെടുത്താത്ത ഏറ്റവും വലിയൊരു അസുഖമുണ്ട്. ക്യാൻസർ, എയ്ഡ്സ്, കൊറോണ എന്നൊക്കെ നമ്മൾ തൽക്കാലം പറഞ്ഞാലും വലിയൊരു രോഗത്തിന് നാം അടിമയാണ്. അടിമയാണോ എന്ന് സ്വയം ചിന്തിക്കുക. സ്വയം, ബാക്കിയുള്ളവരുടെ കാര്യമല്ല നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. സംസാരിക്കുമ്പോൾ ഇത് ഇന്ന ആളെ കുറിച്ചാണെന്നല്ല ചിന്തിക്കേണ്ടത്. ഏറ്റവും മാരകമായ രോഗമാണ് സ്നേഹമില്ലായ്മ എന്ന്. വല്ലാത്തൊരു സൂക്കടം. സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് സ്നേഹമില്ലായ്മ എന്ന്. ആരോടും സ്നേഹമില്ലാത്തവരുണ്ട്. മക്കളോട് സ്നേഹമില്ലാത്തവരുണ്ട്, ഭർത്താവിനോട് സ്നേഹമില്ലാത്തവരുണ്ട്, ഭാര്യയോട് സ്നേഹമില്ലാത്തവരുണ്ട്. സ്നേഹമില്ലായ്മ സമൂഹത്തിലെ വലിയ ഒരു രോഗമല്ലേ എന്ന് നാം ചിന്തിക്കണം. അല്ല, എന്താണ് നിങ്ങൾ ഈ സ്നേഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്നേഹം എന്ന് പറഞ്ഞാൽ, എനിക്കറിയോ, എൻ്റെ മക്കൾക്ക് ഒരാൾ പറയാണ്, ഞാൻ ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രൈവറ്റായിട്ടൊരു സ്ഥാപനം നടത്തുക, ഞാൻ മീൻ വാങ്ങി വരും. ഉച്ചയ്ക്ക് 3 മണിക്ക്. 5 മണിക്ക് ഞാൻ മീൻ വാങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നല്ല മീൻ അത് ഏതാച്ചാൽ എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് രാത്രി 8 മണിക്ക് മീൻ വാങ്ങി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ മദ്യഷാപ്പിലേക്കായിരിക്കും പോണത്. ഞാൻ വിസ്തരിക്കുന്നില്ല, അദ്ദേഹത്തോട് ചോദിച്ചില്ല. ഇത് ഇത്രയും തവണ മീൻ വാങ്ങുക എന്നുള്ളതാണോ സ്നേഹം? 2, സ്നേഹം ഉള്ളിലാണ്. ഇങ്ങനെ പറയരുത്. സ്നേഹമുണ്ട്, ഒക്കെ ഉള്ളിലാ. എന്റെ സ്നേഹം നിങ്ങൾ അളക്കണ്ട. പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് യാതൊരു കാര്യവും ഇല്ല. ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന സുമനസ്സുകൾ ഈ വരി ഒന്ന് മനസ്സിൽ ചിന്തിക്കും. പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് എന്താ കാര്യം? ഒരിക്കലും ധരിക്കാത്ത സാരി കൊണ്ട് എന്താ കാര്യം? അലമാരയിൽ 400 സാരിയുണ്ട്. ഏറ്റവും മുഷിഞ്ഞ് തേപ്പ് പോലൊരു സാരിയും ചുറ്റി നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ളൊരു സ്ത്രീകൾ ചോദിക്കും, എന്താ കല്യാണി, നിനക്കൊരു നല്ല സാരി എടുത്ത് ധരിച്ചോളൂ. എത്രയൊക്കെ സാരി അലമാരയിൽ. ഞാനെന്താ ഭരതനാട്യം കളിക്കാൻ പോണോ പട്ടുസാരി എടുത്ത് വെച്ചിട്ടാ? ഏത് സമയത്തും കല്യാണത്തിന്റെ പട്ടുസാരി ചുറ്റണം എന്നല്ലല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നന്നായി ഡ്രസ് ചെയ്യണ്ടേ? ഇതേപോലെ ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കാത്തവരോടൊത്തുള്ള ജീവിതം എത്ര ദുസ്സഹമാണ്. 72 വയസ്സുള്ള ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കരഞ്ഞു. കരഞ്ഞ് കേട്ടപ്പോൾ ഇവര് ഒരു സാധു സ്ത്രീയാണ്. എങ്ങനെയോ 2 മക്കളുണ്ടായി. എങ്ങനെയോ മക്കളുണ്ടായി എന്നുള്ള വരി തന്നെ പറഞ്ഞു. ഒരു സ്നേഹമില്ലാത്ത ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യും? ഭർത്താവിനോട് ചോദിച്ചാൽ എന്റെ സ്നേഹം എനിക്കേ അറിയുള്ളൂ. ഞാൻ LIC ചേർന്ന് ആരുടെ പേരിൽ നോക്ക് അറിയും. ഇന്നലെ ഞാൻ പോയിട്ട് ഇന്ന മാർക്കറ്റിൽ നിന്ന് ഇന്ന സാധനം വാങ്ങിക്കൊണ്ടത് ആർക്ക് വേണ്ടിയാ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ധരിക്കാത്ത വസ്ത്രം മാതിരി, പ്രകടിപ്പിക്കാത്ത സ്നേഹം മാതിരി, സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാൻ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രകടിപ്പിച്ച് ശീലിക്കുക തന്നെ വേണം. മോനെ ആഹാരം കഴിച്ചോ? അമ്മമാര് ചോദിക്കും. ഇതാണ് അമ്മയുടെ മനസ്സ്. ശ്രീരാമൻ വനവാസത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം ശ്രീരാമനും സീതയും കൗസല്യാദേവിയുടെ അടുത്തെത്തി. അപ്പൊ ഓരോരുത്തരും ഓരോ ഉപദേശം കൊടുത്തു. കാട്ടില് പുലി ഉണ്ടാവും, സിംഹം ഉണ്ടാവും, ഒക്കെ സൂക്ഷിക്കണം. അനവധി ഉപദേശങ്ങൾ കൊടുത്തു ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്. കൗസല്യ ആദ്യം ചോദിച്ചത് എന്താ അറിയോ? മക്കളെ, വിശക്കുന്നുണ്ടോ? നിങ്ങൾ ആഹാരം കഴിച്ചോ? ഇതാണ് ഒരമ്മ. അത് കൗസല്യ മാത്രമേ ചോദിച്ചുള്ളൂ, വിശക്കുണ്ടോ? ഇപ്പോഴും ഒരമ്മ ചോദിക്കുക മകനോട്, നീ മെലിഞ്ഞല്ലോ മോനെ, നിനക്ക് വിശക്കുണ്ടോ എന്നാണ് ഒരു അമ്മ ചോദിക്കുക.
ഇതാണ് സ്നേഹപ്രകടനം. തിരിച്ച് അമ്മ ആഹാരം കഴിച്ചോ, അമ്മയ്ക്ക് അസുഖമുണ്ടോ, ഇതൊന്നും ചോദിക്കുന്ന ശീലം നമ്മുടെ കുട്ടികൾക്കില്ല. ഇന്ന് ആഹാരം പുറത്തുനിന്ന് കഴിക്കാം, അമ്മ ഉണ്ടാക്കിയത് അവിടെ ഇരുന്നോട്ടെ, ഇന്നെങ്കിലും സ്വാദോട് കൂടി കഴിക്കാമെന്ന് പറയുന്ന കുട്ടികളുടെ കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവര് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ പ്രഭാഷണം കൊണ്ട് ഗുണമുണ്ടായി. സ്നേഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കണം. അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛാ ഊണൊക്കെ കഴിഞ്ഞോ ചോദിക്കണം. അമ്മയോട് അമ്മയുടെ മുട്ടുവേദന എങ്ങനെ കുറഞ്ഞില്ലേ ചോദിക്കണം. ആരോടും. ഇത് പ്രകടിപ്പിക്കാനല്ല, എന്റെ ഉള്ളിൽ സൂക്ഷിക്കാനാണ് എന്ന് പറയുന്നത്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആകെ ദുർഗന്ധം കൊണ്ട് വീട്ടിലേക്ക് കയറാൻ വയ്യ. അപ്പൊ ഒരാൾ ചോദിച്ചു, ഇയാൾക്ക് എന്താ ജോലി? അത്തറ് വിൽപ്പനയാണ് ജോലി. അത്തറ് ഇഷ്ടം പോലെ വീട്ടിലുണ്ട്, അലമാറയിൽ വെച്ച് കൂട്ടിയിരിക്കാൻ പോകും. ഒരു അത്തറൊന്നും എടുത്തിട്ട് ഡെപ്തി ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല ഗന്ധം അവിടെ കിട്ടില്ലേ? ആ ഗന്ധം ഒട്ടുമില്ലെങ്കിൽ ദുർഗന്ധല്ലേ വീട്ടിലുണ്ടാവുക. ഇതുപോലെ സ്നേഹം എന്ന് പറയുന്നത് ഒരു വാക്കാവാം, വരിയാവാം. മരിക്കാൻ കിടക്കുന്ന വ്യക്തി വരെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ഒരു കുശലം. ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുത്തു, ആ ഭിക്ഷക്കാരൻ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോ ഈ വ്യക്തി ഒരു ചോദ്യം ചോദിച്ചില്ല, പക്ഷെ അവിടെ നിന്ന ആള്, നിങ്ങൾ നേരത്തെ വന്നിട്ട് 1 മണിക്കൂർ മുമ്പ് ഭിക്ഷ വാങ്ങിപ്പോയില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഭിക്ഷക്കാരൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ വന്നത് ഭിക്ഷ ചോദിക്കാനല്ല, നേരത്തെ എനിക്ക് ഭിക്ഷ തന്നപ്പോ എന്നോട് 1-2 കുശലം ചോദിച്ചു. എന്താണ് തടസ്സമുണ്ടോ? മൈക്ക് ആരും അറിയാതെ മൈക്ക് ഓൺ ചെയ്യും. നേരത്തെ ഭിക്ഷ ചോദിച്ചു വന്നപ്പോ, ഭിക്ഷ തന്നപ്പോ എവിടെയാ താമസം, എന്താ ജീവിതം, എങ്ങനെയാണ് ജീവിതം എന്നുള്ളത് സ്നേഹമസൃണമായ രീതിയിൽ 1-2 കുശലം ചോദിച്ചപ്പോ ആ വ്യക്തി ഒന്ന് കാണാൻ വന്നതല്ല, വീണ്ടും ഭിക്ഷ ചോദിക്കാൻ വന്നത്. സമൂഹം ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് സ്നേഹമില്ലായ്മ കൊണ്ടാണ്. എത്രയോ അമ്മമാര് പറയുന്നു മക്കൾക്ക് യാതൊരു സ്നേഹവും ഇല്ല. ഇതേപോലെ എത്രയോ ഭാര്യമാര് പറയണു ഭർത്താവിന് യാതൊരു സ്നേഹവും ഇല്ല. ഭർത്താക്കന്മാര് പറഞ്ഞു ഭാര്യയ്ക്കും മക്കൾക്കും ഒരു സ്നേഹമില്ല. ഒരു കാര്യം, നിനക്ക് സ്നേഹം വേണോ എന്ന് പറഞ്ഞ് ചോദിക്കണം എന്നല്ല അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യയുടെ അടുത്ത് പോയിട്ട് സ്നേഹം വേണോ, ഭർത്താവിനോട് സ്നേഹം വേണോ എന്നല്ല. അതൊരു ചിരിയിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ പ്രകടിപ്പിക്കേണ്ടതാണ്. വളരെ കാര്യങ്ങളും ജോലിക്കാര്യങ്ങളൊക്കെ ആയിട്ട് അകന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഭർത്താവിനോട് ഉണ്ണിയേട്ടന് ചായ വേണം എന്നൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ, അത് കൃത്രിമമായിട്ട് ചോദിക്കരുത്, ചോദിക്കാൻ തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ വൈവാഹിക ജീവിതം എന്നുള്ളത് ഏറ്റവും അബദ്ധമായ രീതിയിൽ നമ്മളുടെ സമൂഹം മുന്നേറുമ്പോൾ ഇതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ആ ശാസ്ത്രീയമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ ചടങ്ങുകളും വെച്ചിരിക്കുന്നത് ആ ചടങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരർത്ഥമുണ്ടല്ലോ, അതാണല്ലോ. എന്തിനാ ആഗസ്റ്റ് 15-ന് ജനുവരി 26-നൊക്കെ ഭാരതത്തിന്റെ കൊടി ഉയർത്തുന്നത്? അതൊരു കൊടി മാത്രമല്ല, വളരെ വലിയൊരു പ്രതീകമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, എന്റെ രാജ്യമെന്ന്. ആ രാജ്യത്ത് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം. രാജ്യസ്നേഹം പ്രകടിപ്പിക്കാനാണ് ഇത് കാണിച്ചത്. അത് മനസ്സിലാക്കാത്തവർക്ക് എന്താ തോന്നുക? ഒന്നും തോന്നില്ല, അതറിയാത്തവർക്ക്.
ഇതുപോലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറും വർണ്ണക്കടലാസ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2000-ന്റെ ഒരു പിടി നോട്ടായ കൂട്ടത്തിലേക്ക് ഇട്ടാല് കുട്ടികൾക്ക് ഇത് 2000-ന്റെ നോട്ട് എന്താ എന്നവർക്ക് അറിയില്ല. അതേപോലെ ഈ ചടങ്ങുകൾ ഏതൊന്ന് നടത്തുന്നതും ആ ചടങ്ങിന്റെ അർത്ഥം നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി ആണ്. ഈ അർത്ഥം അറിയുമ്പോഴേ ഫീൽ ചെയ്യും. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികളോട് എപ്പോഴും പറഞ്ഞ കാര്യമാണ്, രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ അച്ഛന്റെ പാദം നമസ്കരിച്ചു വേണം സ്കൂളിലേക്ക് വരാൻ. കുട്ടികൾ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുട്ടികളോട് ചോദിച്ചു, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യണത്? ഒരു കുട്ടി എണീറ്റ് പറഞ്ഞു, അല്ലാന്ന്. എന്റെ അച്ഛൻ പറഞ്ഞു, പാദ നമസ്കാരമൊന്നും വേണ്ട, അതൊക്കെ അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് എന്റെ മകൻ അന്ധവിശ്വാസമില്ലാതെ വളരണം, സമ്മതിക്കില്ല എന്ന്. ഈ ഹെഡ്മാഷ് പറഞ്ഞു, നാളെ നിർബന്ധമായിട്ട് നമസ്കരിച്ച് വരണമെന്ന്. അച്ഛൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം അച്ഛനെ കൂട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചെന്നു. അച്ഛൻ ചെന്നിട്ട്, എന്റെ മകൻ അന്ധവിശ്വാസി ആവണ്ട, ഒരു കാര്യമുണ്ട്, TC തരാൻ കുട്ടിയും കൊണ്ട് പോയിക്കൊള്ളൂ. 5 മിനിറ്റ് ഇയാളൊന്ന് പരിങ്ങി. പിന്നെ തോന്നി TC വാങ്ങിപ്പോയാൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. എന്തോ ആവട്ടെ, കാലി നമസ്കരിച്ചോട്ടെ. അങ്ങനെ ആ കുട്ടി കാലി നമസ്കരിക്കട്ടെ. ഞാൻ ഈ കാര്യം അറിയണത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാർഷികത്തിന് ഞാൻ പോയി. അപ്പൊ സ്വാഗതം പറഞ്ഞ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രക്ഷാകർത്താവ് എന്നുള്ളതിലേക്ക് ഈ വ്യക്തിയാണ്. ആ വ്യക്തി ഈ കഥ പറഞ്ഞു. ആ വ്യക്തിയിലുണ്ടാക്കിയ പരിവർത്തനം. കുട്ടി രാവിലെ വന്നിട്ട് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാലി നമസ്കരിച്ച് പോകുമ്പോൾ വലിയൊരു പരിവർത്തനം ഇയാളിലുണ്ടായി. ഈ പരിവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്. എന്നാൽ അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് ഈ രക്ഷാകർത്താക്കളുടെ പ്രസിഡന്റായി നിന്ന് PR നായന് സ്വാഗതം പറഞ്ഞതിന്റെ പിന്നില് കുട്ടി കുറച്ചു കാലം നമസ്കരിച്ചപ്പോൾ എനിക്കൊരച്ഛനുണ്ടല്ലോ എന്ന് തോന്നൽ വന്നു. എനിക്കിപ്പോ ഒരച്ഛനുണ്ടല്ലോ. അച്ഛനും മകനും കൂടി തെറ്റാ, കണക്കാ. എന്തോ ഒരു സിവിൽ കേസ് വരെ ഉണ്ട്. അത്ര അഭിപ്രായ വ്യത്യാസമില്ല. കുട്ടി ഇത് ആവർത്തിച്ചപ്പോ ഒരു ദിവസം അച്ഛനെ കാണാൻ ചെന്നു. അച്ഛനെ കണ്ട് 2 കുശലം ചോദിച്ചപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പോയി. സിവിൽ കേസും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഒരു ചടങ്ങിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അത് സമൂഹത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ വിവാഹ ചടങ്ങുകൾ നടത്തുമ്പോൾ ആ വിവാഹ ചടങ്ങിൽ താലികെട്ടൽ മുതൽക്ക് ഓരോ ചടങ്ങിന്റെ അർത്ഥം അറിയുമ്പോൾ തന്നെ നാം എന്താ വെച്ചാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിക്കും. അതോടുകൂടി ആയുർവേദം പഠിക്കും, ചികിത്സാ രീതികൾ പഠിക്കും, പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവും. ആദ്യമായിട്ടൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, സ്ത്രീയും പുരുഷനുമാണല്ലോ വിവാഹം കഴിക്കുന്നത്. വേദാന്തത്തിൽ എടുത്താൽ സ്ത്രീ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ സാരി ചുറ്റിവരെ സ്ത്രീ എന്നും മീശ വെച്ചവരെ പുരുഷൻ എന്ന് വിചാരിച്ചാലും ഇവിടുത്തെ ജീവാത്മാക്കൾ മുഴുവൻ സ്ത്രീകളാണ്, പുരുഷനല്ല. പുരുഷൻ എന്നുള്ളത് പരമാത്മാവ് മാത്രമാണ് പുരുഷൻ, ബാക്കിയൊക്കെ സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഭക്തമീരോട് പറഞ്ഞു, നീ നിന്റെ പുരുഷനെ ഉപേക്ഷിച്ചു പോന്നു. മീര പറഞ്ഞു, പുരുഷനെ ഉപേക്ഷിച്ചില്ല. പുരുഷനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആരാണ് ഉദ്ദേശിക്കുന്നത്? ഇവര് ഭർത്താവിനെ ഉദ്ദേശിച്ചത്. ഭർത്താവ് റെപ്രസെന്റ് ചെയ്തത് ആ പുരുഷനാണ്. സാധാരണഗതിയിൽ പരമാത്മാവാണ് പുരുഷൻ. ഈ കാരണം കൊണ്ടാണ് രാസക്രീഡയില് കൃഷ്ണന്റെ കൂടെ സ്ത്രീകൾ മാത്രം ഡാൻസ് ചെയ്യുന്നു, പുരുഷന്മാരും ഉണ്ട്. ജീവാത്മാക്കളെ മുഴുവൻ സ്ത്രീകളുടെ കൂട്ടത്തിൽ കണക്കാക്കിയത് കൊണ്ട് ആ രാസക്രീഡാ നൃത്തം അങ്ങനെ വരുന്നു എന്നേ ഉള്ളൂ. നമ്മളൊക്കെ സ്ത്രീകളാണ്. പക്ഷെ ആ അർത്ഥം വിടുക.
സാധാരണഗതിയിൽ സ്ത്രീ പുരുഷന്മാർ. ആ സാധാരണഗതിയിൽ സ്ത്രീ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യോജിക്കുമ്പോൾ അതിനൊരു ചില ചടങ്ങുകൾ നമ്മൾ വെച്ചു. ചടങ്ങ് എന്തിനാ? അതിന്റെ അർത്ഥം എന്നും സ്വാധീനിക്കാനാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതെന്നുള്ളൊരു അറിവുണ്ടാകണം. അറിവുണ്ടായേ പറ്റൂ. ചില കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇത് ജനാധിപത്യമാണെന്നും ഇവിടെ ഇങ്ങനെ നിയമമെന്നും പ്രധാനമന്ത്രി ഇന്നതാണെന്നും കോടതി ഇതുകൊണ്ടൊന്നുണ്ടെന്നും ഒക്കെ നമ്മൾ അറിയണ്ടേ. അല്ലാതെ ഇവിടെ പോലീസുകാരനെ കണ്ടാൽ തിരിച്ചറിയില്ല, ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടോ എന്ന് ചോദിക്കരുത്. അതുപോലെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി 5 ഈ കാണുന്നത് മുഴുവൻ. നമ്മൾ ഈ കാണുന്ന ഏതിന്റെയും ബേസ് അതാണ്. പരിപ്പ് വടയുടെ ബേസ് പരിപ്പ്, പച്ചമുളക്, ഉള്ളി എന്ന് പറയുന്ന മാതിരി ഈ 5 കാര്യം, ഈ 5 കാര്യം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. പുറമേ കാണുന്നതും ഈ 5 ഈ 5 ഒന്ന് ചുരുക്കി ആയുർവേദം, വാദം, പിത്തം, കഫം, ഇത് നമ്മൾ മനസ്സിലാക്കണം. 3 ഗുണങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ചെറിയ നാരുകൾ ചേർന്നുള്ള ഒരു മാലയാണ് ലോകം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൻ്റെ തന്നെയാണ് നമ്മുടെ അകത്ത് സുഷുമ്ന എന്നൊരു നാഡിയുണ്ട്, ഇട, പിംഗള എന്ന 2 നാഡികൾ ഇപ്പുറത്തുണ്ട്. ഇത് 3 കൂടി ചേർന്നുള്ള ഒരു പിരിയാണ് നമ്മുടെ ബോഡി. അല്ല, ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് പറയുമ്പോഴേക്കും കടുകട്ടിയാണല്ലോ, മനസ്സിലാവുന്നില്ല എന്ന് പറയാതിരിക്കാൻ എന്ത് ചെയ്തു? സുബ്രഹ്മണ്യൻ 2 ഭാര്യമാര്, വള്ളി ദേവയാനി. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ സുഷുമ്നെ, വള്ളി ദേവയാനി സൂര്യനാടിയും ചന്ദ്രനാടിയും. ഇതാണ് നമ്മുടെ ബോഡി, ഇതാണ് ശരീരം. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു മാലയാണ്. അതിൽ നിന്നാണ് താലി എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ, സാധാരണഗതിയിൽ താലി കെട്ടുമ്പോൾ ആ താലി കെട്ടുന്ന ആൾ ഒന്ന് താലിയെക്കുറിച്ച് അറിയണ്ടോ? ആ പെൺകുട്ടി എന്റെ താലി എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഞാൻ ഊരി വെക്കില്ല എന്നൊന്നും പറയാറുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാ ഊരി വെക്കില്ല എന്ന് പറയണത് എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മളൊന്ന് അറിയണം. എന്താണ് താലി എന്ന് പറഞ്ഞാൽ? താലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് 2 ഭാഗമുണ്ട്. എല്ലാ മനുഷ്യ മസ്തിഷ്കത്തിലും വലതു ഭാഗം മസ്തിഷ്കത്തിലാണ് ഇല്ലൂഷൻ, സങ്കല്പം, ഈശ്വരവിശ്വാസം തുടങ്ങിയ ചിന്തകളൊക്കെ ഈ മസ്തിഷ്കത്തിൽ. ഞാനിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ വലതുഭാഗ മസ്തിഷ്കം പ്രവർത്തിക്കുമ്പോഴാണ് അടുത്ത വരി എന്ത് പറയണം എന്നുള്ളതൊക്കെ ചിന്ത വരും. അത്ര പ്രാധാന്യം തന്നെ ഇടതു മസ്തിഷ്കത്തിനുണ്ട്. ഇടതു മസ്തിഷ്കമാണ് ഭൗതികമായുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടോ, എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടോ, രണ്ടിനും പ്രാധാന്യം ഉണ്ട്. അപ്പൊ ഭൗതികമായിട്ട് നമ്മൾ ഇന്ന് പറയുന്ന കാര്യമൊക്കെ ഇടതു മസ്തിഷ്കത്തിനുണ്ട്. സ്പിരിച്വലായ കാര്യങ്ങള്, കവിത്വം, ഇതൊക്കെ വലതു മസ്തിഷ്കം. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചതിനെ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നു. പകുതി ശിവൻ, പകുതി പാർവതി. വലതു ഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ ശിവൻ എന്ന് പറയുന്നു, ഇപ്പുറത്തെ പ്രവർത്തനങ്ങളെ പാർവതി എന്നും പറയുന്നു. ഇവർ 2 പേരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, എന്ത് വിടുത്ത ഇവർക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക പണി? ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ ഡാൻസാണ്. ഏത് വികാരവും
അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ അത് നൃത്തമായിട്ട് വരും. ഇതാണ് ശിവനും പാർവതിയും ഡാൻസ് ചെയ്യുന്നു എന്ന് പറയാനുള്ള കാര്യം. ഭയങ്കര സന്തോഷം വന്നാൽ എന്തുണ്ടാവും? നിന്നങ്ങോട്ട് തുള്ളും. ഭയങ്കര ദേഷ്യം വന്നാലോ അപ്പോഴും തുള്ളും. ഭയങ്കരമായിട്ട് മദ്യപിച്ചാലോ എന്തായാലും ഡാൻസ് ചെയ്യണോ തോന്നും. അപ്പൊ ആത്മീയത, സ്പിരിച്വലായ കാര്യം, ശിവൻ, ശിവതത്വം എന്ന് പറയുന്നത് പ്രപഞ്ചത്തില് അതിനെ ഒരു നൃത്തമായിട്ട് സങ്കല്പിക്കുമ്പോൾ ആ നൃത്തത്തിന്റെ പേരാണ് താണ്ഡവം എന്നത്. ശിവതാണ്ഡവം എന്ന് നമുക്ക് ഫേമസ്. താണ്ഡവം. ഒരു കവിത എഴുതുമ്പോ താണ്ഡവ നൃത്തം നടക്കുക. ഇപ്പുറത്ത് പാർവതി. പാർവതി എന്നുള്ളതാണ് പവർ എന്ന വാക്ക് വന്നത്. അതാണ് പർവ്വതം എന്ന് പറയുന്നത്. ശക്തി, ഭൗതികത, തുല്യ പ്രാധാന്യമുണ്ട്. പാർവതിയും നൃത്തം ചെയ്യുന്നു. അതിനെ ലാസ്യം എന്ന് വിളിക്കും. ഈ താണ്ഡവത്തിലെ തായും ലാസ്യത്തിലെ താലിയില് ത അതും ലി ലാസ്യത്തിനെയും പ്രദാനം ചെയ്യുന്നു. അതിൽ നിന്നാണ് താലം എന്ന വാക്ക് വന്നത്. ഒരു താലം എന്ന് പറഞ്ഞത്, താലി എന്ന് പറഞ്ഞത് ഈ ശിവശക്തി സംയോഗം ആണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഇത് രണ്ടും കൂടി യോജിക്കണം. ഭൗതികതയും യോജിക്കണം, ആധ്യാത്മികതയും യോജിക്കണം. ഈ രണ്ടും കൂടി ചേർന്ന ഒരു അവസ്ഥയാണ്. ഈ രണ്ടും കൂടി ചേർന്ന അവസ്ഥയിലേക്കുള്ള പ്രയാണമാണ് ഈ 3 ഇഴ ചേർന്ന് മുകളിലേക്ക് പോകുന്ന ഈ ശക്തിവിശേഷം നമ്മുടെ ആജ്ഞാചക്രത്തിൽ അവസാനിക്കും. അതുകൊണ്ടാണ് 2 പുരികങ്ങൾക്കിടയിലാണ് ആജ്ഞാചക്രം. ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ പ്രതീകമാണ് താലി. അത് വളരെ പൊതുവെ നൈസായിരിക്കും. ആ താലി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി സമന്വയിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ പുരുഷനും ഇത് ഈ 2 അംശമുണ്ട്, സ്ത്രീക്കും ഉണ്ട്. സ്ത്രീക്കും പുരുഷനും ഇത് തുല്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. താലി കെട്ടുന്ന ആൾക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ വളർത്തുന്ന മകളെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ വിഷ്ണുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ചടങ്ങാണ് വിവാഹം എന്നത്. അതുകൊണ്ടാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനം കന്യാദാനമാണ് എന്ന് പറയും. ഏറ്റവും വലിയ ദാനം. കാരണം കന്യക ആരാണ്? നമ്മൾ വളർത്തുന്ന കുട്ടി ആരാണ്? മഹാലക്ഷ്മി. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന എനർജിയാണ് നമ്മൾ മോളെ നമ്മൾ വളർത്തുന്നത്. അപ്പൊ ഈ കന്യകയെ ആരെ ഏൽപ്പിക്കണം? ലക്ഷ്മി എപ്പോഴും വിഷ്ണുവിന്റെ കൂടെ നിൽക്കും. വിഷ്ണുവിനെ ഏൽപ്പിക്കണം. ആ വിഷ്ണുവിനെയാണ് വരൻ റെപ്രസെന്റ് ചെയ്യുന്നത്. വരന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ സ്വീകരിക്കുക എന്നുള്ളത്. ഒരു കന്യകയെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ വരന് വലിയ ഉത്തരവാദിത്തമുണ്ട്. വിഷ്ണു എന്ന് പറയുമ്പോൾ അനന്തശയനത്തിലെ വിഷ്ണു എന്ന് ചിന്തിക്കണ്ട. വിഷ്ണു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വ്യാപിപ്പിക്കാനുള്ള ശക്തി എന്നാണ്. വ്യാപന ശക്തിയാണ് വിഷ്ണു. നമ്മളെപ്പോലെ ബാക്കിയുള്ളവരെ സ്നേഹിക്കണം. അല്ലാതെ ശംഖുചക്ര ഗതാധാരിയായിട്ട് പുരുഷൻ നിൽക്കണം എന്നല്ല അർത്ഥം. ഇത് ലക്ഷ്മിയുടെ ഉത്തരവാദിത്തം ഈ കുട്ടിക്കുണ്ട്. പുരുഷനും ഈ ശക്തി ഉണ്ടാവണം. സ്നേഹത്തെ വ്യാപിപ്പിക്കാൻ കഴിയണം. മഹാന്മാര് മരിച്ചാൽ നമ്മൾ പറയാ വ്യാപ്തി നേടി എന്ന്. വ്യാപ്തി നേടി എന്നുള്ളത് കൊണ്ടാണ് ഡെഡ് ബോഡിയെ നമ്മൾ ബഹുമാനിക്കുന്നത്. ജീവിക്കുന്ന ഒരാളെക്കാൾ ഡെഡ് ബോഡിയെ ബഹുമാനിക്കാനൊരു കാരണമുണ്ട്. ശവശരീരമാണ്. പക്ഷെ ആ ആത്മാവ് ഇപ്പൊ വ്യാപ്തി നേടി. ഒരു മതിലുകളും ഇല്ലാത്തൊരു ലോകത്തിലേക്ക് വ്യാപ്തി നേടി.
നമുക്ക് വ്യാപ്തി ഉണ്ട്. ഈ വ്യാപ്തിയിലേക്ക് വരണം. നിലവിൽ എത്ര പേരെ സ്നേഹിക്കുന്നുവോ അതിൽ കൂടുതൽ ആളുകളെ സ്നേഹിക്കാനായിരിക്കണം കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ സ്നേഹിക്കുന്ന ആരൊക്കെ? ഇപ്പൊ അച്ഛൻ, അമ്മ, ഇത്രയും. ഈ അംഗസംഖ്യയെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. സ്നേഹത്തിന് വ്യാപ്തി ഇപ്പൊ കൊടയില്, ശീലക്കൊടയിൽ ആരൊക്കെ നിൽക്കുന്നുണ്ട്? ഞാനും ഇന്ന ആളുകളും. കൂടുതൽ പേരെ ഈ പരിധിയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരാണ് വിവാഹം. അപ്പൊ കല്യാണം കഴിയുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? വ്യാപ്തി കൂടി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ എല്ലാ ബന്ധുക്കളെയും സ്നേഹിക്കാൻ ബാധ്യത ഉണ്ട്. ഭാര്യയുടെ അച്ഛനെ, അമ്മയെ ഒക്കെ സ്നേഹിക്കണം, ബന്ധുക്കളെ. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മിയുടെ അവതാരമാണ്. നമുക്കറിയാമല്ലോ, അശോകസുന്ദരി എന്നൊരു പുത്രി കൂടി ശിവന് ഉണ്ട്. രണ്ട് ആൺകുട്ടികളുള്ള വരെ നമുക്കറിയുള്ളൂ, ഗണപതി, സുബ്രഹ്മണ്യൻ. ഒരു പുത്രൻ കൂടിയുണ്ട്, ശാസ്താവ്. ശാസിക്കുന്നത് ശാസ്താവ് കുണ്ടലിനി ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു മകളുണ്ട്. ഏത് ദുഃഖത്തെയും ഇല്ലാതെയാക്കുന്ന ഒരു ശക്തി കേന്ദ്രം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്. ആദ്യത്തെ ദിവസം നിലവിളിച്ച അത്ര രണ്ടാമത്തെ ദിവസം നിലവിളിക്കില്ല. മൂന്നാമത്തെ ദിവസം കുറച്ചളവ് കുറയും. ക്രമേണ മനസ്സാ ശക്തി കേന്ദ്രത്തിൽ അഭയം തേടും. അശോക സുന്ദരി നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം. ശോകമില്ലാത്ത വൃക്ഷമാണ് അശോകമരം. അതുകൊണ്ടാണ് സീത അശോകവനികയിൽ ഇരുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ ആലോചിക്കണം. ഇനിയും ആഴത്തിൽ പറയാനുണ്ട് ഇതൊക്കെ. ഈ അശോകസുന്ദരി ആയിരിക്കണം ചെല്ലുന്നോടത്തിലൊക്കെ പെട്രോമാക്സ് ചെല്ലുമ്പോൾ ഇരുട്ട് പോകുന്ന പോലെ ചെല്ലുന്നോടത്തിലൊക്കെ പ്രകാശം പരത്തുന്നതായിരിക്കണം ഈ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം. ഇതിന്റെ പേരാണ് വധു എന്ന് പറയുന്നത്. ആ വധുവിനെ ഭരിച്ച വരനും വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഈ ഉത്തരവാദിത്തത്തിലേക്ക് നടത്തുന്ന ചടങ്ങിൽ കുറെ ആഹാരം കഴിക്കുക, ഓരോരുത്തരെ ഓരോ കാര്യത്തിനായിട്ട് പിരിയുക എന്നുള്ളതേ കവിഞ്ഞു. ശവസംസ്കാര ചടങ്ങിൽ കലം മുടക്കല് ഒരു ചടങ്ങാണ്. എന്തിനാ ഈ കല ഉടച്ച്? ആർക്കും അറിയില്ല. പിന്നെ കല ഉടയ്ക്കാൻ വേണ്ടി ഒരു കലൊക്കെ വാങ്ങിക്കൊണ്ടിരും. എന്നിട്ട് ഇങ്ങനെ നടന്നോ പറയും. ആരും ഇത് പറയില്ല, അറിയണവരും ഉണ്ടില്ല. കാര്യം എന്താ വെച്ചാൽ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തും ഓരോ ചടങ്ങല്ലേ. അപ്പൊ ബാക്കിയുള്ള ഒരു കല മുടക്കൽ ചടങ്ങിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് പ്രസംഗിച്ചിട്ട് അബദ്ധമാവേണ്ട, അതിൽ ആരും ഒന്നും ഉണ്ടില്ല. ഈ നാട്ടിൽ എങ്ങനെ ചെയ്യണത് ചെയ്തോളാൻ പറയും. പടാകാശം, ആ കുടത്തിനകത്ത് ആകാശമുണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ കൈ എന്നുള്ള അർത്ഥം മാത്രമല്ല, ഗ്യാപ്പ്, മുഴുവൻ ആകാശം. ഇത് ഉടഞ്ഞു. ഉടനപ്പോ ഇതിനകത്ത് ആകാശം ഏതിൽ ലയിച്ചു? മഹാകാശത്തിൽ ലയിച്ചു. നമുക്ക് മനസ്സിലാക്കാനാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കാനാണ് ഇതിനകത്തെ ആകാശം മഹാകാശത്തിൽ ലയിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കാനാ ഇപ്പൊ കലോടച്ചേ. അർത്ഥം അറിയാതെ ഉടച്ചപ്പോ എന്ത് സംഭവിച്ചു? ഒരു കാര്യം ഉണ്ടായി. അങ്ങനെ വരുമ്പോ നമ്മുടെ വിവാഹ ചടങ്ങില് വധൂവരന്മാര് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട്. സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ അഞ്ചിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ചടങ്ങ്. പലയിടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊരു ഓർഡർ ഉണ്ട്. പക്ഷെ പലയിടത്തിലും ഓർഡർ മാറിയതായിട്ട് കാണാറുണ്ട്. ചിലയിടത്തിൽ താലികെട്ട ആദ്യം ഉണ്ടാവും, ചുറ്റി നടക്കുന്ന പിന്നീട്, മാലയിടുന്ന അവസാനം, പുടവ കൊടുക്കുന്ന, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. ആയിക്കോട്ടെ, ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഞ്ചഭൂതങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കും. ഇപ്പോൾ പറയും ഓർഡർ പറയണം എന്ന് പറയും.
ചിലര് വായു, അഗ്നി, ഭൂമി എന്നൊക്കെ പറയും. മതി. പക്ഷെ ഇതിന് കൃത്യം ഒരു ഓർഡർ ഉണ്ടല്ലോ. ആ ഓർഡറിലാവുമ്പോഴാണ് പഠിക്കാൻ സൗകര്യം. അപ്പൊ ആദ്യം ആ ഭൂമി തത്വത്തെ ാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. ഭൂമി തത്വത്തിനെ പ്രതിദാനം ചെയ്യുന്നതാണ് പുടവ. അതുകൊണ്ടാണ് പുടവ കൊടുത്തു എന്നാണ് പണ്ടത്തെ പ്രയോഗം. ഭൂമി എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഭൂമിയുടെ ക്യാരക്ടറാണ്, ഗന്ധം എന്നുള്ളതാണ് സ്വഭാവം. ഈ പുടവ എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എവിടെ ഭൂമി കണ്ടോ നമ്മൾ ബേസ്, പശ്ചാത്തലം, അതിനെ റെസ്പെക്ട് ചെയ്യുകയാണ്. ഇതാണ് പുടവ കൊടുക്കൽ ചടങ്ങ്. നമ്മൾ ഇവിടെ ഒരു മഴ പെയ്തു, വൃക്ഷങ്ങളുണ്ടായി, വൃക്ഷത്തിൽ നിന്ന് പഞ്ഞിയുണ്ടായി, ആ പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടായി, നൂലുകൊണ്ട് പുടവയുണ്ടാക്കി. 2, ജലതത്വം. നമ്മുടെ ബോഡിയിൽ 71% വെള്ളമാണ്. പ്രപഞ്ചത്തിലും 71% വെള്ളമാണ്. ഈ വെള്ളം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് കാരുണ്യം എന്ന ഗുണം നമുക്ക് ഉണ്ടാകുന്നത്. നമ്മളിൽ കാരുണ്യം എന്ന ഗുണം ഉണ്ടാകുന്നു. അതാണ് ഏത് കാര്യം, ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ കുറച്ച് ജലം അവിടെ കൊണ്ടു വെക്കണം. പീസ് ഓഫ് മൈൻഡ് കിട്ടാത്തവര് പലവരുമുണ്ട്. പീസ് ഓഫ് മൈൻഡ് കിട്ടാത്തവര് അവിടെ ഒരു ചെമ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചാൽ മതി എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയാറ് ഉണ്ട്. അപ്പോ അവിടെ ജലതത്വമാണ്. മോതിരം, അത് ഏത് വിരലിലിടുക? 2ാമത്തെ വിരലാണ്. മോതിര വിരലിനൊരു വിരലുണ്ട്. ആ മോതിര വിരലിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ കൈ ഇങ്ങനെ കൂട്ടി, ഈ 2 വിരലും ഇങ്ങനെ അകത്താം, ചൂണ്ടുവിരൽ ഇങ്ങനെ അകത്താം, നടുവിരൽ ഇങ്ങനെ ആക്കാം, ചെറുവിരലും ആക്കാം. മോതിര വിരലിനെ അകത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. മോതിര വിരലിനെ ഇങ്ങനെ വെച്ചിട്ട് ബാക്കി 4 വിരലും കുഴപ്പമില്ല. ഈ വിരലിനെ നീക്കാൻ പറ്റില്ല. മാത്രമല്ല, ശ്രദ്ധാപൂർവം ഇതിനെ കുറെ നാൾക്ക് അകത്തി ശീലിച്ചാൽ ഹാർട്ടിന് വേദന വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്തു നോക്കണ്ട. ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഇന്നും ഇത് അറിയുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ ഭാരതത്തിൽ ധാരാളമുണ്ട്. ഇതിനെപ്പറ്റി പഠനം നടത്തുന്നവരുണ്ട്, വൃക്ഷങ്ങളോട് സംസാരിക്കുന്നവര്. വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗം വരെ രാജിവെച്ച് ഈ ഭാരതത്തിലെ ഇതേമായുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ജീവിതം മാറ്റിവെക്കുന്നതാണ്. ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ ഇത് പഠിക്കുകയും ഇതിനെപ്പറ്റി നല്ല വിജ്ഞാനമുള്ള ശ്രേഷ്ഠരായ വ്യക്തികൾ, അങ്കുലീപരിമിതമാണ്, കുറെ ആളുകളൊന്നുമില്ല. അതാണ് ഈ മോതിരം എന്ന് പറയുമ്പോൾ മോതിര വിരലിന് പ്രാധാന്യമുണ്ട്. അതാണ് ജലം. ഇനി അഗ്നി, 3ാമത്തെ. അഗ്നിയെ സാക്ഷിയാക്കണം. ഈ അഗ്നിയുടെ പ്രാധാന്യം, അഗ്നിയില്ലാതെ യജ്ഞങ്ങളില്ല, ഹോമങ്ങളില്ല, ഒന്നും അഗ്നിയില്ലാതില്ല. എന്തേ ഈ അഗ്നിയെ റെപ്രസെന്റ് ചെയ്യുന്ന വിരലാണ് നടുവിരൽ എന്നാണ് പറയുന്നത്. എന്താ അത് നടുവിലായത്? ഇപ്പുറത്ത് 2 ഇപ്പുറത്ത് 2. പാർഷ്വാലിറ്റി ഇല്ല, ഒരു സൈഡും ചേരില്ല. ഇവിടെ 2 ഒരേ മതി. അഗ്നി കള്ളം പറയുകയില്ല. വിളക്ക് കത്തിച്ച് അഗ്നിയെ സാക്ഷിയാക്കിയിട്ടുണ്ടെങ്കിൽ 1.5 കോടി കൊല്ലം കഴിഞ്ഞാലും അഗ്നി വെറുതെ വിടില്ല. അഗ്നിയുടെ ക്യാരക്ടറാണ് നീതിബോധം. അനീതി ഞാൻ കാണിച്ചാൽ ഈ ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ വിളക്ക് എത്തിക്കൊന്നും വേണ്ട. അല്ലാതെ ഇവിടെയൊക്കെ അഗ്നിയുണ്ട്, നമ്മളിൽ അഗ്നിയുണ്ട്, പുറത്തും അഗ്നിയുണ്ട്, അതിനൊരു ടെമ്പറേച്ചറും ഉണ്ട്. പിന്നെ നമ്മളിത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി വിളക്കനാട് കത്തിച്ചു വെക്കണമെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ തെറ്റൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കും.
നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴോ എന്നിലെ അഗ്നി വിവരറിയും. അഗ്നി നീതിമാനാ. നാട്ടുകാരുടെ തെറ്റൊക്കെ അങ്ങനെ നമ്മൾ ഉയർത്തി കാണിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതും തെറ്റ്. കാരണം നമ്മളിപ്പോ ഏത് നിയമത്തെയാണ് ഇന്നിപ്പോ ഒരു നിയമമായിട്ട് പാസ്സാക്കി, ഇതുവരെ ആര് കാശ കടം വാങ്ങിയോ ആർക്കും മടക്കി കൊടുക്കണ്ട. നമ്മളെന്താ പറയാ, ഞാൻ കൊടുക്കാൻ തയ്യാറായില്ല, പിന്നെ എന്താ ചെയ്യാ, നിയമം വന്നേ ഇപ്പൊ കൊടുക്കണ്ടേ. ഇതനുസരിച്ചാണോ കടം വാങ്ങി? നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ തരാമെന്നുള്ള കണ്ടീഷനിലെ കടം വാങ്ങിയത്. ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം വന്നു, 1 മണിക്കൂർ മുമ്പ് നിയമം വന്നു, ഞാൻ എന്താ ചെയ്യാ? എല്ലാ നിയമവും മാറിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ മാറും. മാറാതെ നിൽക്കുന്ന നിയമമാണ് അഗ്നിയുടേത്. ഒരു ജാമ്യം കിട്ടില്ല. തമാശക്ക് ഞാൻ പറയാറുണ്ട്, ഏത് രജിസ്റ്റർ ഓഫീസിൽ വേണമെങ്കിലും ഒപ്പിടാം. കാരണം മനുഷ്യനാണല്ലോ അതൊക്കെ കൈകാര്യം ചെയ്യണം. വിളക്കെത്തിക്കല്ലേ. അഗ്നിയെ സാക്ഷി നിർത്തിയ ഒരു കാര്യം പറഞ്ഞാൽ, വിവാഹം ഉറപ്പിക്കുമ്പോൾ വിളക്ക് എത്തിച്ചു വെക്കും. കുറെ പേര് വന്നിട്ട് എന്തൊക്കെയോ ആഹാരം കഴിച്ചിട്ടൊക്കെ പോവും. കല്യാണം ഉറപ്പിക്കല് ചടങ്ങാത്ത, അഗ്നി കത്തിച്ചിട്ടുണ്ട്. ചടങ്ങായിട്ട് പിന്നെ അങ്ങനെ നടക്കാതെ പോയ കല്യാണങ്ങളില്ലേ. ഉറപ്പിക്കൽ ചടങ്ങ് കഴിഞ്ഞു, വരം പറയാണ് എനിക്ക് ആ പെൺകുട്ടി വേണ്ട. വധു പറയാണ്. എന്താ കാരണം? എന്തിനപ്പോ ഈ ചടങ്ങ് നടത്തിയത്? ഉറപ്പിക്കലാണ്. അവിടെ എന്തിനാ വിളക്ക് എത്തിച്ച്? അറിയില്ല. അഗ്നി എന്ന് പറയുന്നത് നീതിമാൻ. അതുകൊണ്ടാണ് അഗ്നി സാക്ഷി എന്ന് പറഞ്ഞത്. അതിലും വലിയൊരു സാക്ഷി ഇല്ല. സീതാദേവിയെ സ്വീകരിച്ചത് അഗ്നി. കാരണം മായാസീതയാണ് കൊണ്ടുപോയത്. അഗ്നിയിലായിരുന്നു മഹാലക്ഷ്മി. തിരിച്ച് മായാസീത അങ്ങോട്ട് പോയി, അഗ്നിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഈ കാരണം കൊണ്ടാണ് അഗ്നിയെ ചവിട്ടരുത്. വിവാഹത്തിന് മോതിരം കഴിഞ്ഞാൽ അഗ്നിയെ വലം വെച്ചു. അഗ്നിയുടെ പ്രാധാന്യത്തെപ്പറ്റി ഒരു ജന്മം പഠിക്കണം. നിഷ്പ്രയാസം അത് വേണ്ടാച്ചു. ഒരു ഉദ്ഘാടനത്തിന് വരെയും നമ്മൾ വിളക്ക് എത്തിച്ചു വെക്കുന്നുണ്ട്. ഒരു ഉദ്ഘാടനത്തിന് വരെ ആ അഗ്നിയെ സാക്ഷിയാക്കി കഴിഞ്ഞാൽ അഗ്നിയാണ് എന്തിനേയും വിളക്കി ചേർക്കുന്നത്. അഗ്നി എല്ലാം കത്തിച്ചു കളയുക മാത്രമല്ല, വിളക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് വിളക്ക് എന്നുള്ള വാക്ക് വന്നത്. വിളക്ക്, വിളക്കി ചേർക്കുന്നത്. അഗ്നി വിളക്കി ചേർക്കും. ഈ ഭാര്യാഭർത്തൃ ബന്ധം വന്ന് ജന്മജന്മാന്തരമായുള്ളൊരു ബന്ധമാണ്. അതിനെ അഗ്നി വിളക്കി ചേർക്കും. ഈ വിളക്കി ചേർക്കുന്നതാണ് എന്നുള്ളത് ഇത് നമ്മൾ അറിയാത്തോടത്തോളം കാലം ഒരു വിവാഹത്തിനും ഒരു പുരോഹിതനും വന്നിട്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നില്ലെങ്കിൽ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ചില വിവാഹങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്റെ അനുഭവത്തിൽ കേരളത്തിനകത്തും പുറത്തും ഒന്ന് വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരു ബുദ്ധിമുട്ടുമില്ല. വിവാഹത്തിന് 1 മണിക്കൂർ മുമ്പ് ഇതൊക്കെ കഴിയും. ബാക്കി ചടങ്ങൊക്കെ അതേമാതിരി നടന്നോട്ടെ. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും ഇത് വെക്കുക. ഇതാണ് അഗ്നി. അഗ്നിയിലേക്കാണ് എന്തും കൊടുക്കുന്നത്. തീർന്നില്ല. അഗ്നി വലം വയ്ക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. അഗ്നിയുടെ പ്രത്യേകത, ആരെ പ്രതീക്ഷിക്കുന്നുവോ ആ വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് അഗ്നി നിങ്ങൾ കൊടുക്കുന്ന സാധനം ഏൽപ്പിക്കും. പരാശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ട. ഇത് പരാശക്തിയുള്ളതാണ്. ചില ക്ഷേത്രങ്ങളിൽ ചണ്ഡികാഹോമം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചണ്ഡികാഹോമം നടക്കുന്ന ക്ഷേത്രത്തിൽ ഞാൻ പോയി. അപ്പോ അതിലെ വന്നപ്പോ എന്നെ ടി വിയിൽ കണ്ട് തിരിച്ചറിഞ്ഞ പോലും, സാർ ഒന്നിട്ട് കയറും, ഞാനാണ് ചണ്ഡികാഹോമം നടക്കുന്നത്.
16 രൂപ വിലയുള്ള സാരി അരികരുത് തീയിലേക്ക്, അഗ്നിയില്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും വില കൂടിയ സാരി തീയിലിട്ടിട്ട് അത് കത്തിപ്പോവല്ലേ ചെയ്യുന്നത്? അപ്പൊ ഇത് നടത്തുന്ന ആള്, പൈസ മുടക്കുന്ന ആള് പറയാ, പിന്നെ അല്ലാതെ, പിന്നെ ഓരോരോ ചടങ്ങ് ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? ഇതാണ് ഇപ്പൊ ആ വ്യക്തി മനസ്സിലാക്കി വെച്ചത്. വലിയൊരു അറിവ് നമുക്കുണ്ടാകണം. ഒരു ലെറ്റർ ബോക്സിൽ അമേരിക്കയിലുള്ള ഏട്ടനും ആഫ്രിക്കയിലത്തെ അനുജനും പാലക്കാടുള്ള അച്ഛനും നാട്ടുകാർക്കും ഞാൻ മാങ്കാവ് താമസിക്കുന്ന മാങ്കാവിൽ തൊട്ട വീട്ടുകാരനും കൂടിയുള്ള കത്ത് മുഴുവൻ അതിൽ കൊണ്ടിട്ടാൻ. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അറിയാത്തവര് ഒരു കുട്ടി ചോദിക്കുകയാണ്, അതെങ്ങനെയത് അമേരിക്കയിലേക്കുള്ള കത്തും അയൽക്കാരനുള്ള കത്തും? അപ്പൊ ആ വ്യക്തിക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി മോൻ വലുതായിട്ട് പറഞ്ഞു തരാമെന്നു. ഇത് സോർട്ട് ചെയ്ത് പോകും. ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നതിന്റെ മുമ്പ് തന്നെ അഗ്നി ഒരു കാര്യം ചെയ്യും. അഗ്നിയെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അഗ്നി എത്തിക്കേണ്ടവരെ എത്തിക്കും. തമാശയ്ക്ക് പറയാറുണ്ട്, ഇതൊക്കെ ഈ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് പറയാറ്. ഇത് കേൾക്കുന്ന ഒരാള് വിചാരിക്കുകയാണ് പി ആർ നാഥന് ഒരു കസവും കൊണ്ട് കൊടുക്കണം എന്ന് തോന്നുന്നു. പിന്നെ പുള്ളിയുടെ മേൽവിലാസം അറിയില്ല, അപ്പൊ ഒരു മുണ്ടൊക്കെ വാങ്ങിയിട്ട് കൊടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നല്ല എളുപ്പത്തിൽ എത്തിക്കാവുന്ന കൊറിയർ സർവീസ് ആരാറിയോ? അഗ്നി. കേൾക്കുമ്പോ എന്താ ഈ പറഞ്ഞ്? അഗ്നിയിലേക്കട് വെക്കും. പരാശക്തിക്ക് വേണ്ടി നമ്മൾ കൂട്ടാൻ്റെ ഒരു ഭാഗം ഒഴിക്കണല്ലോ. അഗ്നി ഊട്ടാൻ അതിനെ വിളക്കി ചേർക്കുക എന്ന് പറഞ്ഞാൽ കത്തിച്ച് നശിപ്പിക്കുകയല്ല ചെയ്യണം. നമ്മൾ കാണുന്ന കത്തിപ്പോയി, സൂക്ഷ്മ രൂപത്തിലാക്കി. ഞാനിപ്പോ സംസാരിക്കുന്നത് കേൾക്കുന്ന വരുമ്പോ എന്റെ സ്വരത്തെ സൂക്ഷ്മതലത്തിലേക്കാക്കി മാറ്റുന്നുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ ശബ്ദത്തെ സൂക്ഷ്മതലത്തിലേക്ക് മാറ്റിയിട്ടാണ് കേൾക്കുന്നത്. അതങ്ങടെ ആകാശത്തേക്ക് പൊന്തി. വേറെ എവിടെയോ മഴ പെയ്തു. ആ മഴ പെയ്തിട്ട് നദിയിലൂടെ വെള്ളമൊഴുകി. അതിന് ചുറ്റും മരം മുളച്ചു. ആ മരത്തിൽ പഞ്ഞിയുണ്ടായി, സാധനങ്ങൾ ഉണ്ടായി. പലോടത്തിൽ വെച്ചതെല്ലാം ശേഖരിച്ച് അതൊരു മുണ്ടായിട്ട് മാറും. അതാണ് അഗ്നിയുടെ കളി. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് അഗ്നിയുടെ. എന്നിട്ട് മുണ്ടായി മാറുന്ന ആസ്ട്രേലിയയിൽ, അത് അയക്കുന്ന അമേരിക്കയ്ക്ക്, അമേരിക്കയിൽ നിന്ന് അത് ഗൾഫിൽ ഡിസ്പ്ലേക്ക് വരുന്നു, എക്സിബിഷൻ. ഗൾഫിൽ നിന്ന് ഒരാൾ സിംഗപ്പൂർക്കാരൻ വാങ്ങിപ്പോകും, സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ വാങ്ങണം. ഈ മുണ്ടാണ് നിങ്ങൾ അഗ്നിയിലേക്ക് ഇട്ട മുണ്ടാണ്. സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ കാസർഗോട്ടുകാരൻ വാങ്ങുന്നു, എന്നിട്ട് കാഞ്ഞങ്ങാടുള്ള അമ്മാവന് കൊടുക്കുന്നു. അമ്മാവൻ അത് അലമാറി വെക്കണം. അഗ്നിക്ക് കൊടുക്കുമ്പോ പറഞ്ഞ് ഇന്ന ആളെ എന്ന് പണ്ടാണ് ഇട്ടത്. കാഞ്ഞങ്ങാട് ഞാൻ പ്രസംഗിക്കാൻ പോകും. അപ്പൊ അവര് ക്ഷണിക്കുന്നു, ആ വീട്ടിൽ പോയി ഒരു ചായ പിടിക്കാന്ന്. അവിടെ പോയിരിക്കുമ്പോ അവിടുത്തെ കാരണവർക്ക് തോന്നുന്നു കുറെ കാലമായിട്ട് മുണ്ട് ഇവിടെ അലമാരയിൽ ഇരിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് തരാണ്ടിരിക്കടുത്തേക്ക്. ഇപ്പൊ എന്റെ കയ്യിലെത്തിയോ? ഇത്രയും വലിയ നെറ്റ്വർക്ക് ഞാൻ ചുരുക്കിപ്പെടുന്നതാണ്. നമ്മുടെ സ്വരങ്ങൾ വരെയും നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ വരെയും പിന്നീട് നമ്മളെ സ്വാധീനിക്കും ജന്മജന്മാന്തരങ്ങൾക്ക് ശേഷം. ഈ അഗ്നിയാണ് സാക്ഷി നിർത്തി വലം വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. പിന്നെയാണ് വായുതത്വം. താലി. ഈ കുണ്ടലിനി ശക്തി ഞാൻ നേരത്തെ പറഞ്ഞു, താണ്ഡവവും ലാസ്യവും 3 പിരിയാണ് സപ്തരജ തമോ ഗുണങ്ങൾ. ആ 3 പിരി തന്നെയാണ് ഇട പിങ്കള സുഷുമ്ന എന്ന നാഡിയും. അതന്നെയാണ് നമ്മുടെ ശരീരം. അത് വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. അവിടെയാണ് നമ്മൾ സിന്ദൂരക്കുരി ഇടുന്നത്. സിന്ദൂരം എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ പ്രതീകമാണ്. സിന്ദൂരം, കുങ്കുമം എന്നൊക്കെ സക്സസിന്റെ പ്രതീകമാണ്.
ചന്ദനം ചൂടുന്നതും ഇവിടുത്തെയാണ്. ആജ്ഞാചക്രം. 2 നേത്രങ്ങൾ കൂടാതെ ഇവിടെ ഒരു നേത്രം ഉണ്ട്. അപ്പോ ത്രയംബകേ ദേവി എന്ന് പറഞ്ഞാൽ ദേവിക്ക് 3 നേത്രങ്ങൾ ഉണ്ട്. നാം ദേവിയാണ്. ഇതിന്റെ മീനിങ്ങിന്റെ ആഴത്തിലേക്ക് അടിയിലേക്ക് പോകുമ്പോൾ ഒരു അഗ്നി ചുറ്റുക എന്ന് പറയുമ്പോൾ എവിടെ എത്തി? താലി കഴുത്തിൽ കിട്ടുമ്പോ ഇത്രയും ശ്രദ്ധ വേണം. താലിക്ക് വല്ലാതെ വണ്ണം ഉണ്ടാകരുത് എന്ന് പറയുന്നത് കാര്യം വെച്ചാൽ ശ്വാസഗതിയുമായിട്ട് ബന്ധം ഉണ്ടായതുകൊണ്ട് വല്ലാതെ വണ്ണത്തിലാകരുത്. അത് ഒരു അഹങ്കാരം കാണിക്കാനുള്ളതല്ല. ഇത്ര പവന്റെ താലി എനിക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു അഹങ്കാരം അല്ലല്ലോ കാര്യം. മഹത്തായ തത്വമാണ് ഉള്ളത്. ഇപ്പൊ ഒരു വിവാഹ ചടങ്ങിന് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനിയാണ് ആകാശതത്വം. ആകാശതത്വത്തിന് റെപ്രസെന്റ് ചെയ്യുന്നത് പുഷ്പങ്ങൾ, മാല. എവിടെ പുഷ്പം എന്ന് പറഞ്ഞുവോ ആകാശതത്വമാണ് അർത്ഥം. കാരണം പുഷ്പം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആകാശം ഉണ്ടാക്കുക. ആദ്യം ആകാശം ഉണ്ടായി. പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യം ആകാശം ഉണ്ടായി. ഒരു പുഷ്പം അങ്ങനെ വിടർന്നു, ഒരു ആകാശം ഉണ്ടായി. അതുകൊണ്ട് പൊന്തി വന്നു. ആ പൊന്തി വന്നതാണ് ഈ പ്രപഞ്ചം. അതിന്റെ പേരാണ് പൊങ്കാല. പൊങ്കാല അർപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. പൊങ്കാല അർപ്പിക്കുമ്പോഴും ഈ ചടങ്ങുകളൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ആകാശതത്വം വരുന്നുണ്ട്, വായുതത്വം വരുന്നുണ്ട്. വായുതത്വം എന്ന് പറയുന്നത് മുഴുവൻ താലി എന്ന് പറഞ്ഞെങ്കിൽ വേറെ ചടങ്ങ് വരുമ്പോൾ വായുതത്വത്തിന് താലി മാറും. കാരണം നാമജപം ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പൊ കല്യാണ ചടങ്ങിന് താലി, വേറെ ചടങ്ങ് വരുമ്പോൾ നാമജപം വായുതത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആകാശതത്വത്തിന് പുഷ്പമാണ്. പക്ഷെ വേറെ ചില ചടങ്ങുകൾ വരുമ്പോൾ പഞ്ചഗവ്യം തുടങ്ങിയത് പശുവായിട്ട് ബന്ധപ്പെട്ട പശുവിന്റെ 5 ഘടകങ്ങൾ നമ്മുടെ ബുദ്ധിയുടെ ഇക്വിലിബ്രിയത്തെ കൃത്യമാക്കുന്നതിനെ കൊണ്ട് പശുവിന്റെ 5 ഘടകങ്ങൾ ചേർത്ത് നമ്മൾ ഔഷധം ഉണ്ടാക്കും. അതിൽ ആകാശതത്വം റെപ്രസെന്റ് ചെയ്യുന്നത് പശുവും പാലാണ്. പശുവും പാലിനെ ആകാശമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. ആ പശുവും പാല് അതുകൊണ്ടാണ് നാഴിയൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം എന്ന് കവി എഴുതുമ്പോൾ ഈ വലിയ പ്രിൻസിപ്പിള് കവിയെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് നാഴിയൂരിപ്പാല് പഞ്ചഗവ്യം. അതിൽ വായുതത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്ന അവിടെ നെയ്യാണ്. അഗ്നിതത്വം തൈരാണ്. അങ്ങനെ വരുമ്പോൾ മാലയിടുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ അത് വെറും ചടങ്ങല്ല, തമാശ പറയല് അല്ല. എന്റെ വിവാഹം നടക്കുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഇന്ന് തമാശ പറഞ്ഞിരുന്നു. ഞാൻ ആ തമാശയ്ക്ക് ഇപ്പോഴും പറയാൻ കഴിയും. അത് തമാശയൊന്നല്ല അവര് പറയണത്. എത്ര ആദരിക്കപ്പെടേണ്ട വലിയൊരു ചടങ്ങാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഉണ്ട്. പെൺകുട്ടികൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉത്തരവാദിത്വവും എനിക്കില്ല എന്ന ചിന്ത ശരിയല്ല. പുരുഷന്മാർക്ക് വല്ലാത്തൊരു മേൽക്കോയ്മ ഉണ്ട്. കല്യാണം ഉറപ്പിക്കാൻ പോയിട്ട് ഇവിടെ അല്ലാത്ത കുറെ അകലെയാണ്. ഉറപ്പിക്കാനായിട്ടൊരു സംഘം, അമ്മാമ്മമാരുൾപ്പെടെ സംഘത്തിൽ 12 ആളാണ്. കല്യാണം ഉറപ്പിക്കാൻ പോണത് 12 ആളാണ്. അങ്ങനെ വാഹനം ഇറങ്ങി. അതിലത്തെ ഒരു കാരണവർ, വേറെ കാരണവർ. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കരുത്. അടുത്ത കാലിന്റെ അടി വെച്ചപ്പോ തന്നെ മറ്റാള് പിന്നെ ചന്ദ്രശേഖര നമ്മൾ വിട്ടുകൊടുക്കരുത്. ഒരു 25 തവണ കാരണവരും വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ യുവാവായിട്ടുള്ള ഒരു ബലിതപ്രിയൻ ഉണ്ടായിരുന്നു. പറഞ്ഞു, അല്ല നമ്മളിപ്പോ എന്താ യുദ്ധം
അംഗം ഉറപ്പിക്കാനപ്പോ പോണ്, കല്യാണം ഉറപ്പിക്കാനാ പോണ്. നമ്മൾ വിട്ടുകൊടുക്കരുത് പറയും. മഹത്തായൊരു കർമ്മത്തിനാണ് നമ്മൾ സാക്ഷിയായിട്ട് വരുന്നത്. ഈ സാക്ഷിയായിട്ട് വരുന്നു എന്നുള്ള വിചാരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ദൈനംദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പറയുക, ഈയിടെ എവിടെയോ ഒരു കാസർഗോഡ് ഒരു പ്രസംഗം കഴിയുമ്പോൾ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്രേ, പ്രസംഗത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് വേസ്റ്റാണ്. എത്രയോ 10,000-10,000 വേദിയിലൊക്കെയാണ് ഗൾഫിലും ഒക്കെ സംസാരിക്കും. വേസ്റ്റാണെന്ന് ഇടയ്ക്ക് തോന്നും. ഞാൻ വെറുതെ പറഞ്ഞു ഇത്ര, ഞാൻ മറന്നത്. പ്രസംഗം കഴിഞ്ഞ് വരാന്തയിൽ വന്നപ്പോൾ ഒരാളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ അങ്ങനെ പറയരുത്, വേസ്റ്റല്ല. ഇത് കേൾക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കുന്നവരുണ്ട്. ആ വ്യക്തിയുടെ വാക്കുകൾ എന്നെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് സായി പ്രീതി ഈ ടൈം മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ, സായി പ്രീതി പറഞ്ഞതനുസരിച്ച് ഞാൻ വന്നിരിക്കുന്നതിന്റെ കാരണം ഇത് ചിലവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ പറയാൻ കാരണം? 35 കൊല്ലം മുമ്പ് തിരുവനന്തപുരം ടൗൺ ഹാളിൽ സാറ് സംസാരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഏതൊരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നു. അപ്പൊ ആ കുട്ടി ഇങ്ങോട്ടിന്റെ അടുത്തേക്ക് വരാത്തതുകൊണ്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഒരു 10 മിനിറ്റ് കേട്ടു. എന്നെ അത് സ്വാധീനിച്ചു. ഞാൻ പറഞ്ഞു, എന്തേ അന്ന് പറഞ്ഞ? എനിക്ക് ഓർമ്മയില്ല. അന്ന് സാറ് പറഞ്ഞു, ഒരു നിമിഷം പോലും ജീവിതത്തിൽ തർക്കിച്ച് സമയം കളയരുത്, തർക്കം ഒഴിവാക്കൂ. സാർ, ഇന്നേ വരെ ഞാൻ തർക്കിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി പ്രസംഗം കൊണ്ട് കാര്യമുണ്ട്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അത്രേ. ജീവിതത്തിൽ വേസ്റ്റ് എന്ന് പറയുന്നത് തർക്കമാണ്. സംവാദം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം. ഇതാണ് സംവാദം. ആ അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കും, തർക്കമില്ല. തർക്കം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ജയിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് ജയിക്കണം, ഇതാണ് തർക്കം. അപ്പൊ കുടുംബ ജീവിതത്തിൽ നമ്മൾ തർക്കിക്കാതിരിക്കുമ്പോൾ എത്രയും സുന്ദരമായിട്ട് മാറും. വിനയപൂർവ്വം പറയാം കേട്ടോ, കേമത്താ തോന്നരുത്, എനിക്ക് തർക്കിക്കുന്ന സ്വഭാവമില്ല. പക്ഷേ തർക്കിക്കുന്ന സ്വഭാവമില്ലെങ്കിൽ എന്റെ ആശയം ശരിക്കും ആളുകളെ സാധിക്കും. ആ സമയത്ത് ഞാൻ പറയില്ല എന്നേ ഉള്ളൂ. ആ സമയത്ത് പറയില്ല. ഭാര്യ അങ്ങോട്ട് വന്നിട്ട്, ആരാ ഈ പിച്ചാത്തി ഇവിടെ ടീപ്പോയുടെ മുകളിൽ വെച്ച്, ടീപ്പോയി വെച്ച് മുകളിൽ വെച്ച് ഭർത്താവല്ല, മിണ്ടണ്ട, ആ അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയാം. ഇത്രയല്ലേ പ്രശ്നം? ഇതിന് വേണ്ടിയിട്ട് തർക്കിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ല ഞാൻ തന്നെ കൊണ്ടുവച്ചല്ലേ, എടുത്തുകൊണ്ടുപോകും. ആ വ്യക്തി മറന്നായിരിക്കും. തർക്കങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ തർക്കിക്കേണ്ട അത്ര വലിയൊരു പ്രശ്നം വരുന്നതിന് പകരം നിസ്സാര കാര്യങ്ങളെ ചൊല്ലി നമ്മൾ തർക്കിക്കുന്നു. ഇന്നാളുടെ പ്രഭാഷണം മോശമാണ്. ആ വ്യക്തിയുടെ അപ്പുറത്തെ ഒരു അഭിപ്രായമാണ്. നമ്മൾ നന്നായി നമ്മുടെ എന്തിനാ തർക്കിക്കുന്നു? കുറെ കഴിഞ്ഞാൽ ഈ വ്യക്തി തന്നെ പറയും, ഇതൊക്കെ വെച്ച് നോക്കിയാൽ മറ്റാൾ പറഞ്ഞത് ശരിയാട്ടോ. പലപ്പോഴും അറിയുന്ന കാര്യമാണ്. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തവണ ഒരാളുടെ കൂടെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമേ അയാൾ പറഞ്ഞു തുടങ്ങി, ഫ്രണ്ട് കമ്പാർട്ട്മെന്റിൽ തിരക്ക് കുറവ്. തർക്കിച്ചില്ല. അപ്പൊ ദിവസേന ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റിൽ കുറവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല, എനിക്കറിയാം. മിണ്ടിയില്ല. എന്തിനാ എല്ലാ സ്ഥലത്തും തിരക്കല്ല. അയാള് പറഞ്ഞ് ആയിക്കോട്ടെ. കയറിയപ്പോ ആ കമ്പാർട്ട്മെന്റിൽ നിൽക്കുക. ഇയാൾ 20 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് ഒറ്റപ്പാലത്തേക്കൊന്ന് പോയപ്പോ വണ്ടി കയറിയതാ, പിന്നെ വണ്ടി കയറിയിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു തുടങ്ങി, ഇന്നിപ്പോ എന്താ അറിഞ്ഞൂടെ, എല്ലാത്തിനും തിരക്കാണ്. മിണ്ടിയില്ല. തർക്കിച്ച് തോൽപ്പിച്ചാലോ? ഭാര്യയെ തർക്കിച്ച് അങ്ങോട്ട് തോൽപ്പിച്ച, അങ്ങനെ നമ്മൾ തോൽപ്പിക്കാൻ പാടില്ല.
ഭർത്താവിനെ തർക്കിപ്പിച്ച് ഒന്നുമല്ല, അങ്ങനെയൊന്നല്ല, ഇങ്ങനെ തോൽപ്പിക്കരുത്. ആശയം പിന്നീട് പറയാം. ഒരു വ്യക്തി വലിയ കാര്യമായിട്ട് ഞാനൊരു പുതിയ ജുബ്ബയുടെ വാങ്ങിയിട്ട് ഇത് ഇന്ന സ്ഥലത്തേ കിട്ടുള്ളൂ, നാഗ്പൂരിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്, ആകെ 2 ജുബ്ബയുള്ളൂ, ഒന്ന് അവിടുത്തെ രാജാവിന്റെയും ഒന്ന് ഇതിന് ഞാൻ പറയുമ്പോൾ കൂട്ടത്തിന് ഒരാള് അത് തരാട്ടോ, ഇവിടെ ഇഷ്ടംപോലെ കിട്ടും, ഇവിടെ ഈ കടയിലുണ്ടല്ലോ, രാമനായര കടയിൽ. ഇങ്ങനെയൊക്കെ പരിഹസിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, ആ വിശ്വാസത്തിന് കിട്ടോ. രാജാവിനും ഇയാൾക്ക് മാത്രമേ അങ്ങനത്തെ ജുബ്ബുള്ളൂ എന്നാണ് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഇനി ചിലത് പറഞ്ഞില്ലെങ്കിൽ അബദ്ധമില്ലേ, അതിന് നമുക്ക് സമയം വേറെ കണ്ടെത്താം. മറ്റുള്ളവർ നാം എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ നാം എന്ത് അനുഷ്ഠിച്ചു കാണിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കുന്നത്. നാം എന്തു പറയുന്നു എന്നല്ല, അമ്മ എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ അമ്മ എന്ത് അനുഷ്ഠിച്ചു കാണിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയന്ത്രിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതിനെ നിയന്ത്രിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടുമ്പോൾ വല്ലാതെ കഴിക്കാതിരിക്കാൻ നോക്കണം. അങ്ങനെ ഉണ്ടോ? ഒരു വ്യക്തി സമയത്തായി നോക്കിയില്ല, ഈ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകണമെന്ന് സംസാരിച്ചു വരുമ്പോൾ പല കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ജീവിതത്തിന് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുന്നു. സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവം സംസാരിക്കുക. വിവാഹ ജീവിതത്തിന്റെ പവിത്രത അത് പവിത്രമായ ഒരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കുക. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, ഞാൻ ഇതിന്റെ അങ്ങനെ ഒരു മഹാപണ്ഡിതനൊന്നല്ല, ഒരു നോവലെഴുത്തുകാരൻ മാത്രമാണ്. ക്ഷമാപൂർവം കേട്ട എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം.